അതായത് ഈ വില കുറയുമ്പോൾ ഇപ്പോൾ GST പരിഷ്കരണത്തോടെ വില കുറയുമ്പോൾ ചില FMCG വസ്തുക്കൾ ഉദാഹരണത്തിന് പാർലേജി തന്നെ എടുക്കുക, അവരെന്ത് ചെയ്യും? അതിന്റെ തൂക്കം കുറയ്ക്കും, എന്നിട്ട് MRP അതേപോലെ നിലനിർത്തും. അങ്ങനെ വല്ല കാര്യങ്ങളാണോ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത്? അജിംസ്, അത്തരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഇന്നലെ തന്നെ ഉയർത്തിയത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇതിന്റെയൊക്കെയും ഉടമസ്ഥാവകാശം തട്ടിയെടുക്കുകയാണെന്നാണ് ജയറാം രമേശ് ഈ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ അദ്ദേഹം എക്സിലൂടെ പങ്കുവച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2017 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ 55 ലക്ഷം കോടിയിലധികം രൂപയുടെ അധിക നികുതിയാണ് പിരിച്ചെടുത്തത്. ഇതിന് ജനങ്ങൾ മാപ്പ് പറയില്ല അല്ലെങ്കിൽ മാപ്പ് കൊടുക്കില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപവും ആരോപണവും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വില കുറയുന്ന സാധനങ്ങൾ അത് കൃത്യമായിട്ട് ഉപഭോക്താക്കൾക്ക് ജനങ്ങളിലേക്ക് എത്തുന്നത് അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക വിജിലൻസ് സംവിധാനമൊക്കെയും ഏർപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മാർക്കറ്റുകളിലും അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ധനകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട പണം അത് കൃത്യമായി നഷ്ടപരിഹാരത്തുക അത് കൃത്യമായി നൽകണമെന്നുള്ള ആവശ്യവും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 93,000 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും GST കൗൺസിലിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ധനമന്ത്രിയൊക്കെ നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ 40 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു സാധനത്തിന് വില ഇപ്പോൾ ഒരു 36 അല്ലെങ്കിൽ 38 ആവുകയാണെങ്കിൽ അവർ അതായത് ഈ 40 രൂപയ്ക്ക് വാങ്ങി വെക്കുന്ന സാധനം 40 രൂപയ്ക്ക് വിൽക്കുന്ന സാധനത്തിന് ഒരു പക്ഷേ 35 രൂപയ്ക്കായിരിക്കും കടക്കാർ ഈ സാധനം വാങ്ങി വെക്കുക. അപ്പോൾ 35 രൂപയ്ക്ക് വെക്കുന്ന സാധനം അത് വീണ്ടും ഇപ്പോൾ വില കുറയുമ്പോൾ അത്രയും നഷ്ടം വരികയാണ് കടക്കാർക്ക്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും എങ്ങനെ നികത്തും എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഉയർന്ന വിലയ്ക്ക് കടക്കാർ വാങ്ങി വെച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ പുതിയ പരിഷ്കരണത്തിലൂടെ വില കുറയുമ്പോൾ അത് എത്തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ബേർഡനാണ് ഇപ്പോൾ അതായത് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിന്മേലുള്ള കൃത്യമായിട്ടുള്ള നീക്കുപോക്കുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ സാധനങ്ങളുടെ വില കുറയുമ്പോൾ അതിന്റെ തൂക്കം കുറയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഉപഭോക്താക്കൾ കൃത്യമായിട്ട് 200 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോൾ ഒരു ഏകദേശം 50 രൂപ അല്ലെങ്കിൽ 60 രൂപയ്ക്ക് 1 കിലോയ്ക്ക് ഒരു സാധനം കിട്ടുന്നതാണെങ്കിൽ അതിന്റെ തൂക്കം കുറയുക എന്നുള്ള ആശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിജിലൻസ് സംവിധാനമൊക്കെയും ഏർപ്പെടുത്തുമെന്നുള്ളതാണ് ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. 145 കോടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികൾ ഇതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ഉയർന്ന വിലയ്ക്ക് വാങ്ങി വെച്ച സാധനങ്ങൾ വില കുറയുമ്പോൾ അത് ഈ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണമെന്ന് പറയുന്നത് കടക്കാരോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യപ്പെടണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിൽ യാതൊരു മറുപടിയും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട സാധനങ്ങൾ അതായത് വിലക്കുറവ് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായി അതായത് വിലക്കുറവ് വന്നിരിക്കുന്നത് അമുൽ ഉൽപ്പന്നങ്ങൾ, അതായത് അമുലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അവർ വിലക്കുറയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലക്കുറവ് വന്നിരിക്കുന്നത്. പാൽ, കാപ്പി, കണ്ടൻസ്ഡ് മിൽക്ക്, ബിസ്ക്കറ്റുകൾ, വെണ്ണ, ധാന്യങ്ങൾ, കോൺഫ്ലവറുകൾ, 20 ലിറ്റർ കുപ്പി അതായത് കുപ്പിവെള്ളങ്ങൾ അത്തരത്തിലുള്ളവയ്ക്കൊക്കെയും വിലക്കുറവ് വരുന്നുണ്ട്. സോസേജുകൾ അടക്കമുള്ളവയ്ക്ക് വലിയ വിലക്കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാംസം അടക്കമുള്ളവയുടെ വിലയിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നൽകിയ വിലയ്ക്ക് തന്നെയാണോ വീണ്ടും വിൽക്കുന്നത് എന്നുള്ള വലിയ ആശങ്കകളാണ് ഇപ്പോൾ ഓരോ കസ്റ്റമേഴ്സും പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളടക്കം അത്തരമൊരു ആശങ്കകളൊക്കെയും ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു സംവിധാനത്തെ കൂടുതൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സംവിധാനം കൂടുതൽ ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ള വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മുൻപിലുള്ളത്. അതായത് ഈ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് വിലക്കുറവ് ഏറ്റവും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ അത് എന്ത് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സാധനങ്ങളുടെ വില വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ ടിവികൾ, AC-കൾ അടക്കമുള്ളവരുടെ വിലയിലാണ് കുറവ് വന്നിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവയ്ക്ക് വലിയ കുറവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ജനങ്ങൾ കൂടുതലായി വാങ്ങാനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇനിയിപ്പോൾ ദീപാവലിയൊക്കെ അടുക്കുകയാണ്. ഈ സമയത്ത് പല ഓൺലൈൻ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ബിഗ് മില്യൺ സെയിലടക്കം വരാൻ പോകുന്ന സാഹചര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം, മാർക്കറ്റിൽ വലിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെന്തായാലും കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. ഈ തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രതിസന്ധികൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു GST പരിഷ്കരണം നടപ്പിലാക്കിയതെന്നുള്ള ആക്ഷേപം ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇതിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ്. അതിൽ കേന്ദ്ര സർക്കാർ വിജയിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. അജിംസ്. ശരി.